നല്ല കൂത്ത് അത് പല്ലവള് തെറ്റിച്ചില്ല. ഇത്ര നേരം റെഡിയായിരുന്നു. ഞാൻ ഇറങ്ങാൻ നേരത്തെ വീണ്ടും കയറി മേക്കപ്പ് ചെയ്യാൻ. എന്തോന്നെ കല്യാണത്തിന് പോണ ഇങ്ങനെ അലച്ചും വിളിച്ചും പോയാ നീ പോയില്ലേ? പെങ്ങളെ വിളിച്ച് പറയാം ശരിയായില്ലേ? എന്റെ മോളെ നീ പോവണ്ട, ഞാൻ പറയണ കേക്ക്. ഇതൊരൊറ്റ വലിക്കാണ്ട് കുടിച്ചാ ഇപ്പൊ ആശ്വാസമുണ്ട്. എന്താശ്വാസം? പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഛർദിച്ചാലോ? അപ്പൊ കുടിച്ചിട്ടോ? ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഛർദി ഇതേ പിടിച്ചു കെട്ടിയ പോലെ അവിടെയാണ് നിൽക്കും. കയ്പാണോ? ചെറുകടലോടകത്തിന്റെ നീരൊക്കെ ഉണ്ട്, കയക്കും കുറച്ച്. കണ്ണും ചിമ്പിയായിട്ട് കുടിച്ചോ. അങ്ങ് കുടിക്കടി. ഒറ്റ വലി തീർന്ന്. ഇനി പേടിക്കണ്ട. ഇനിയിപ്പോ അവിടെ എന്താ നീ പറഞ്ഞു? കുഴിമന്തിയോ കപ്പയോ മീൻകറിയോ പിന്നെ എന്താ ഒരു ആടിന് മൊത്തം അങ്ങനെ വെച്ചു പറഞ്ഞില്ലേ? അത് മുഴുവനും വാരി വലിച്ചു കഴിച്ചോ, ഛർദിക്കില്ല. പോയിട്ട് വാ. വേണ്ട വേണ്ട വെക്കുമ്പോഴേ സാരി കൊള്ളാം കേട്ടാ, കലക്കിയിട്ടുണ്ട്. ഞാനിത് ഇംഗ്ലീഷ് മരുന്നിൽ നിൽക്കുന്നല്ലേ കരുതിയത്. ഞങ്ങള് കുറച്ച് നല്ല ഫുഡ് കഴിക്കാൻ പോണ, ആരും കൊതി വിടരുത് ഇവിടെ ഇരുന്നിട്ട്. അയ്യോ ഇല്ല ഇല്ല, പോയി വരി. ധൈര്യമായിട്ട് കഴിച്ചോ. പാവാതെ ഒരുപാട് ആഗ്രഹിച്ചാണ്. എത്ര സാരി അറിയോ, മാറി മാറി ഇങ്ങനെ വെച്ചോക്കുക. പക്ഷെ എന്നാലും ഈ ലില്ലിമോക്ക് ഇങ്ങനെ ഒരു ഇത് വന്നോണ്ട് ഞാൻ ആ സുരേന്ദ്രന്റെ തട്ടുകട അയ്യോ അവക്ക് സഹിക്കണില്ല. നിനക്കാണിപ്പോ വന്നെങ്കിൽ അതിനുള്ള വഴി നീക്കി കഴിഞ്ഞ് നോക്കി ഉടനെ 2 ദിവസത്തിനകത്ത് പൂട്ട് വിടും. എടി ഇത് പച്ചമരുന്നുകളാണ്. 5-6 സൈസ് ഇലയും വേരും ഒക്കെ പാടെ കൂടി പിഴിഞ്ഞെടുത്ത് കൊടുത്താൽ ഛർദി പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. ഇതൊക്കെ അറിയാമെങ്കിൽ ആദ്യമേ അങ്ങോട്ട് കൊടുത്താ പോരുന്ന പെണ്ണ് ഇത്രയും ഛർദിപ്പിക്കേണ്ട കാര്യം ഉണ്ടായോ? ഇതിപ്പോ നിസ്സാരായിരിക്കും ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ മാറുന്നല്ലേ കരുതിയത്. പച്ചമരുന്നിന്റെ ഒരു ഗുണം കൂടാണ്. നിന്റെ അമ്മയ്ക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേമാതിരി ഛർദി അല്ല, ഭയങ്കര ഛർദി. എന്ത് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടും മരുന്ന് കൊടുത്തിട്ടൊന്നും മാറിയില്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതേമാതിരി എന്നെ കൂട്ടിയിട്ടാണ് പോയി. ഞാൻ മുത്തിനെ കൊണ്ടുപോലെ ഇങ്ങോട്ട് വാ, ഇത് കീടാർനെല്ലി, ഇത് അടലോടകം, അങ്ങനെ ഓരോ പേരുകൾ എനിക്ക് പറഞ്ഞു തന്ന ചെടിയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ തറവാടിനുള്ള ഒറ്റമൂലിയാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടോ? അല്ലാണ്ടല്ലോ പറമ്പില്. ഇതാ കാണിച്ചു കൊടുത്തല്ലോ. ഇനി മുത്ത് വേണം ഇതൊക്കെ ഓർത്ത് വെക്കാൻ. ഇതെന്താ തിരിച്ചു വരുന്നേ? അമ്മാവ് എന്താ കളി കൊടുത്തത്? മരുന്ന്. ആ വള വെത്തിയതേ ഉള്ളൂ. ഇത്ര നേരം ഇടിവെട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി. എന്റെ ഋഷ്യശൃംഗ. ഓ